പ്രിയപ്പെട്ടവരെ, എൻ്റെ വാട്സപ്പിലും ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ മെസ്സേജായിട്ട് വരുന്നതിൽ കുറേയധികം മെസ്സേജുകൾ സ്വപ്നവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയാറുണ്ട്. ഹിന്ദു വിഷൻ ചാനലിൽ ഏതാണ്ട് സ്വപ്നത്തെക്കുറിച്ച് 15-20 വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്. ഈ സ്വപ്നം കണ്ടു കഴിഞ്ഞിട്ട് ആൾക്കാർ സെർച്ച് ചെയ്യുമ്പോൾ ചിലപ്പോൾ ഇതിലേതെങ്കിലുമൊക്കെ വീഡിയോ അവർക്ക് കിട്ടും. അങ്ങനെയാണ് അവർ സംശയങ്ങൾ ചോദിക്കാൻ വരുന്നത്. അപ്പോൾ പാമ്പുമായി ബന്ധപ്പെട്ട ചില വീഡിയോകളും മുമ്പ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. 6-7 വർഷം മുമ്പ് 1-2 വീഡിയോ ഒക്കെ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ കുറച്ച് കാലമായിട്ട് അത്തരം വീഡിയോകളൊന്നും ഇപ്പം ചെയ്യുന്നില്ല. സ്വപ്നഫലങ്ങളുമായിട്ട് ബന്ധപ്പെടുത്തി മറ്റു വീഡിയോകൾ ചെയ്തിട്ടുമുണ്ട്. ഈ സ്വപ്നങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിതറിത്തെറിച്ച ചിന്തകളുടെ കൂട്ടങ്ങളാണ്. പല സ്വപ്നങ്ങൾക്കും വലിയ ദോഷമൊന്നും പറയാനില്ല. എന്നാൽ ചില സ്വപ്നങ്ങൾ ചില പ്രവചനങ്ങളെ നൽകുകയും ചെയ്യാറുണ്ട്. പ്രധാനമായിട്ടും നമ്മൾ പുലർച്ചെ കാണുന്ന സ്വപ്നങ്ങളാണ് ഭാരതീയ വിശ്വാസപ്രകാരം ഫല സാധ്യത കൂടുതലുള്ളത്. എന്നാൽ നിദ്രയിൽ ഉറങ്ങിക്കഴിഞ്ഞ കുറച്ച് സുഷുപ്തി വരുന്ന സമയത്തൊക്കെ നമ്മൾ കാണുന്നത് അതങ്ങനെ ഫല സാധ്യത കുറവുള്ളവയാണ്. രാവിലെയും പകൽ സമയത്ത് ചിലപ്പോൾ കിടന്നുറങ്ങുമ്പോൾ കാണുന്ന സ്വപ്നങ്ങളും കൂടുതൽ ശ്രദ്ധ പുലർത്തേണ്ടുന്ന സ്വപ്നങ്ങളാണ്. അപ്പോൾ പാമ്പുമായി ബന്ധപ്പെട്ട സ്വപ്നം കാണുമ്പോൾ പാമ്പിനെ മനുഷ്യർക്ക് പൊതുവിൽ ഭയമാണല്ലോ. അത് കടിച്ചു കഴിഞ്ഞാൽ മരണം ഉണ്ടാകുമെന്നുള്ള ഭീതി കൊണ്ടാണ് അതിനെ ഇത്രത്തോളം പേടിക്കുന്നത്. അപ്പോൾ സ്വപ്നത്തിൽ പാമ്പ് കടിക്കുകയോ മറ്റൊക്കെ ചെയ്ത് കണ്ടു കഴിഞ്ഞാൽ ഒരാകെ കൂടി പേടിച്ചു പോകും. അടുത്ത് തന്നെ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ട് തൻ്റെ ജീവൻ നഷ്ടപ്പെടുമോ എന്നുള്ള ആധിയിലായിരിക്കും പലരും മെസ്സേജ് അയക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് പാമ്പിൻ്റെ സ്വപ്നഫലങ്ങളുമായി ബന്ധപ്പെട്ട് ഹൈന്ദവതയിൽ പറഞ്ഞിട്ടുള്ളതും അതുപോലെ തന്നെ ചൈനീസ് ജ്യോതിഷത്തിൽ പറഞ്ഞിട്ടുള്ളതായിട്ടുള്ള കുറച്ച് കാര്യങ്ങളെ നോക്കാം. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, പാമ്പുകളെ സ്വപ്നത്തിൽ കാണുമ്പോൾ അങ്ങ് പേടിച്ചറിണ്ട് ഓടേണ്ട നിലവിളിക്കേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം എന്ന് പറഞ്ഞാൽ പാമ്പുകളെ സംബന്ധിച്ച് കാണുന്ന എല്ലാ സ്വപ്നങ്ങളും ദോഷകരമല്ല. ദോഷമേത് ഗുണമേത് എന്നുള്ള ഒരു തിരിച്ചറിവ് നമുക്ക് ഉണ്ടായിരിക്കണം. ഇനിയിപ്പോൾ ഒരു സ്വപ്നത്തെക്കുറിച്ച് നമുക്ക് കൃത്യമായിട്ട് വ്യാഖ്യാനിച്ചറിയാൻ പറ്റിയില്ലെങ്കിൽ അതിൽ കഴിവുള്ള ഒരു ആചാര്യൻ്റെ അടുത്ത് അത് ചോദിക്കുന്നതിലും തെറ്റില്ല. ചില നാഗപരമായിട്ടുള്ള ദോഷങ്ങളുണ്ടെങ്കിൽ അതിന് പരിഹാരം കാണുന്നതിലും തെറ്റില്ല. അത് നമ്മുടെ ആരോഗ്യത്തിനും ആയുസ്സിനും എല്ലാം സംരക്ഷണം നൽകുകയും ചെയ്യും. അപ്പോൾ ഇന്നത്തെ വീഡിയോ വിശ്വാസികൾക്ക് വളരെ പ്രയോജനപ്പെടുന്ന ഒന്നായിരിക്കും. അതുകൊണ്ട് തന്നെ ഇത് പൂർണ്ണമായിട്ട് കാണാൻ ശ്രമിക്കുക. നമസ്കാരം, ഞാൻ RJ ഹരിചന്ദ്ര മഠം. ഹൈന്ദവ ആചാര സംബന്ധമായ ജ്യോതിഷ മോട്ടിവേഷൻ സംബന്ധമായ ഒട്ടേറെ കാര്യങ്ങൾ പറഞ്ഞു തരുന്ന ഒരു വാട്സപ്പ് ചാനൽ നമുക്കുണ്ട്. ഇതിൻ്റെ കീഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും അതിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതിലൂടെ ചാനൽ പ്രവേശിച്ചാൽ നിങ്ങളുടെ പിറന്നാളിന്, നിങ്ങളുടെ കുടുംബ അംഗങ്ങളുടെ പിറന്നാളിന് സൗജന്യമായിട്ട് പുഷ്പാഞ്ജലി അർച്ചനകൾ നടത്തി കിട്ടുന്നതാണ്. ഈ പാമ്പുകളെ സ്വപ്നം കാണുന്ന കാര്യം പറയുമ്പോൾ പണ്ട് 10, 18, 20, 22 വയസ്സുള്ള പെൺകുട്ടികളൊക്കെ പറയും, ഞാൻ ഇന്നലെ ഒരു പാമ്പിനെ കണ്ടു, അതെൻ്റെ ശരീരത്തെ കയറി ചുറ്റിപ്പിടിക്കുന്നതായിട്ട് കണ്ടു എന്നൊക്കെ പറയുമ്പോൾ വയസ്സായിട്ടുള്ള അപ്പൂപ്പൻ അമ്മുമ്മയൊക്കെ പറയും, മോളെ വിവാഹം കഴിച്ചു കഴിക്കാനുള്ള സമയമായി എന്ന് അടക്കം പറയുന്നതൊക്കെ പണ്ടുള്ളവർക്ക് അറിയാം. കാര്യം എന്ന് പറഞ്ഞാൽ ഈ പാമ്പുകളെ ലൈംഗികതയുമായി ബന്ധപ്പെട്ട ചില സന്ദേശങ്ങളായിട്ടാണ് കരുതിപ്പോരുന്നത്. ഇതിന് ശരീരത്തിൽ ചില ഉണർവുകളെ ഉണ്ടാക്കാൻ കഴിവുണ്ട് എന്ന് പറയുന്നു. അതുപോലെ തന്നെ കുണ്ഡലിനി തത്വത്തിൻ്റെ ഭാഗമാണ് പാമ്പ് എന്ന് പറയുന്നു. ആ കുണ്ഡലിനി ശക്തി ഉണരുന്നതിൻ്റെ സൂചനയായിട്ടും പാമ്പുകളെ സ്വപ്നം കാണുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ പാമ്പുകൾ പരസ്പരം ഇണചേരുന്നതും അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിൽ ചുറ്റിപ്പിടിക്കുന്നതും എല്ലാം കാണുന്നത് അത്ര ദോഷകരമായിട്ടുള്ള കാര്യമൊന്നും അല്ല. അത് നമ്മുടെ ശരീരത്തിലെ സെക്ഷൽ ഹോർമോൺസിന്റെ വളർച്ചയും അതിൻ്റെ ത്വരിതഗതിയും എല്ലാം കാണിക്കുന്ന ഒന്നാണ്. എന്നാൽ ചില സ്വപ്നങ്ങളെ നമ്മൾ പ്രത്യേകിച്ച് വ്യാഖ്യാനിക്കാനുണ്ട്. അത്തരം സ്വപ്നങ്ങളെക്കുറിച്ച് നമുക്കൊന്ന് നോക്കാം. ഒരാൾ പറയുകയാണ് തന്നെ ഒരു പാമ്പ് കടിച്ചു എന്നുള്ള സ്വപ്നം കണ്ട് പേടിച്ചാണ് പറയണമെങ്കിൽ ഞാൻ അയാളുടെ അടുത്ത് പറയുന്നത്, പാമ്പ് കടിയേറ്റാലുള്ള സ്വപ്നം ഏറെ ശുഭകരമാണെന്നാണ്. കാര്യം ഒരു വലിയ ആപത്ത് ഒഴിഞ്ഞു പോയതായിട്ടാണ് പാമ്പ് കടിക്കുന്നതായിട്ടുള്ള സ്വപ്നം കാണുമ്പോൾ സംഭവിക്കുന്നത്. ചിലപ്പോൾ അയാൾക്കൊരു പാമ്പിൻ വിഷം ഏൽക്കാനുള്ള സാധ്യതയുണ്ടെങ്കിൽ അത് ഒഴിഞ്ഞു മാറിപ്പോകുന്നതായിട്ടും പറയാം. ഒരു അവസ്ഥ ശരീരത്തിൽ സൃഷ്ടിച്ചിട്ട് നമുക്ക് ആ സ്വപ്നം കൊണ്ട് തന്നെ നമ്മൾ ഏതാണ്ട് ആ പേടി ഉണ്ടായി കഴിഞ്ഞാൽ നമ്മുടെ ജാതകത്തിലുണ്ടായ ആ പാമ്പ് കടിയേൽക്കാനുള്ള സാധ്യത കുറഞ്ഞു കിട്ടുന്നു, ചിലപ്പോൾ ഒഴിഞ്ഞു മാറിപ്പോവുകയും ചെയ്യുന്നു എന്നുള്ളതാണ് പ്രധാനം. അത് ഗുണകരമായിട്ടുള്ള കാര്യമാണ്. എന്നാൽ ഒരു മനുഷ്യനെ 4 ഭാഗത്തു നിന്നും പാമ്പ് കൊത്തുന്നതായിട്ട് ആണ് സ്വപ്നം കാണുന്നതെങ്കിൽ അതൊന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. കാര്യം അയാൾക്ക് ചുറ്റുപാടും ശത്രുക്കൾ ഒരുപാട് വന്നു ചേർന്നിട്ടുണ്ടെന്നും ചിലപ്പോൾ ശത്രുവിൻ്റെ ആയുധം മൂലം ഇദ്ദേഹത്തിന് പരിക്ക് പറ്റും എന്നുള്ളൊരു സൂചനയാണ് അവിടെ കാണുന്നത്.
രണ്ടാമത്തെ കാര്യം, നമ്മൾ പാമ്പിനെ കൊല്ലുന്നതായിട്ടൊരു സ്വപ്നം കാണുകയാണെങ്കിൽ നമ്മുടെ എതിരാളിയായിട്ട് ചതിയനായിട്ടുള്ള ഒരാളുണ്ട്, ആ ആളുടെ മേൽ നമുക്ക് അതീശത്വം, നമ്മൾ അയാളെ തോൽപ്പിക്കുന്നു, അയാളെ തിരിച്ചറിയുന്നു, നമ്മൾ ആ ശത്രുവിന്മേൽ വിജയം നേടുന്നു എന്നൊക്കെയാണ് ഇതിൻ്റെ അർത്ഥം. ഇനി മൂന്നാമത്തെ കാര്യം, അസാധാരണമായ വലിപ്പമുള്ള ഒരു പാമ്പിനെ നമ്മൾ കാണുകയാണ്. ഏതാണ്ട് നമ്മളെക്കാളും ഉയരമുള്ള ഒരു പാമ്പ്, ചിലപ്പോൾ അത് നമ്മളെ വിഴുങ്ങാൻ ശ്രമിക്കുന്നു. അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കണം. ഏതൊരു ദശാപരമായിട്ടുള്ള ദോഷം അല്ലെങ്കിൽ നമുക്ക് ധനപരമായിട്ടുള്ളൊരു ദോഷം നമ്മളെ കാത്തിരിക്കുകയാണ്, ഒരു കടം വന്ന് പെരുകാൻ പോവുകയാണ്, അങ്ങനെയൊക്കെയുള്ളൊരു സൂചനയാണ് നൽകുന്നത്. അവിടെ ശ്രദ്ധിക്കേണ്ടതാണ്. നമ്മുടെ ശരീരഭാഗങ്ങളെ ഏതെങ്കിലും തുളച്ച് പാമ്പ് പുറത്തേക്ക് വരുന്നതായിട്ടൊരു സ്വപ്നം കാണുകയാണ്. അപ്പോൾ അങ്ങനെ ഒരു സ്വപ്നമാണ് നമ്മൾ കാണുന്നതെങ്കിൽ നമ്മുടെ ആ ശരീരഭാഗമായിട്ട് കേന്ദ്രീകരിച്ച് എന്തൊക്കെ പ്രയാസങ്ങൾ, വീഴ്ച, ഒടിവ്, ചതവ് അല്ലെങ്കിൽ ചില രോഗങ്ങൾ, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഉണ്ടാക്കാൻ സാധ്യത കൂടുതലാണ്. നിങ്ങൾക്ക് അങ്ങനെ ഒരു സ്വപ്നമാണ് കണ്ടതെങ്കിൽ നിങ്ങളൊന്ന് ബോഡി ചെക്കപ്പ് ഒക്കെ ചെയ്യുന്നത് നന്നായിരിക്കും. കാര്യം ചില അസുഖങ്ങളുടെ തുടക്കത്തിന് സൂചനയായിട്ടാണ് ഈ പാമ്പുകൾ ആ ഭാഗം തുളച്ച് പുറത്തേക്ക് വരുന്നതായിട്ട് കാണുന്നത്. അതൊന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. നമ്മൾ കുടിക്കാനെടുത്ത വെള്ളത്തിൽ പാമ്പിനെ കാണുന്നതായിട്ടൊരു സ്വപ്നം കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ ഭക്ഷ്യവസ്തുക്കളിലൊക്കെ മായം കലരാനുള്ള സാധ്യത, അതുപോലെ തന്നെ നമ്മൾ കുടിവെള്ളം അത് ശുദ്ധിയില്ലാത്ത ഒന്നായിട്ട് കാണുന്നു എന്നൊക്കെയുള്ള സൂചനയാണ്. അപ്പോൾ നമ്മൾ വാട്ടർ ടാങ്കും നമ്മുടെ പരിസരങ്ങളും ഒക്കെ ഒന്ന് ശുചിയാക്കി ഇടണം. നമ്മുടെ ഭക്ഷണത്തിലൊക്കെ എന്തെങ്കിലും തരത്തിലുള്ള വിഷാംശങ്ങളൊക്കെ കലരാൻ സാധ്യതയുണ്ടെന്നുള്ള സൂചനയുണ്ട്. പുറത്തുനിന്നൊക്കെ ഭക്ഷണം കഴിക്കുമ്പോൾ ഭക്ഷ്യ വിഷബാധയൊക്കെ ഉണ്ടാവാനുള്ള സൂചനയാണ് അവിടെ കാണിക്കുന്നത്. അത് ശ്രദ്ധിക്കേണ്ടതാണ്. ഒരു കൂട്ടം പാമ്പുകൾ ഇങ്ങനെ കൂട്ടത്തോടെ ഇങ്ങനെ പുഴ ഒഴുകി വരും പോലെ നിങ്ങളെ കാണുകയാണ്. നിങ്ങളുടെ കാലിലൂടെ തട്ടിയൊക്കെ അതങ്ങ് കടന്നു പോയിക്കൊണ്ടിരിക്കണം. ഇങ്ങനെ പാമ്പുകൾ മഴയായിട്ട് പൊഴിയുന്നതായിട്ട് കാണുന്നു. അങ്ങനെ വിചിത്രമായിട്ട് കാണുന്ന ഇത്തരം സ്വപ്നങ്ങളെല്ലാം കുറച്ച് ദൗർഭാഗ്യം നമുക്ക് വന്നു കൂടുന്നതിൻ്റെ സൂചനയാണ് നൽകുന്നത്. ഒരുപാട് ശത്രുക്കൾ വരുന്നു, ധനപരമായിട്ടുള്ള കുറച്ച് വിഷയങ്ങൾ ഉണ്ടാകുന്നു, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് കാണുന്നത്. ഇനി ചെമ്പക മരത്തിലോ അല്ലെങ്കിൽ പൂത്തുലഞ്ഞ മരത്തിലോ ഒരു പാമ്പിങ്ങനെ പറ്റിപ്പിടിച്ച് കിടക്കുന്നതായിട്ട് കാണുന്നു, നമ്മൾ അതിൻ്റെ ചുവട്ടിൽ നിൽക്കുന്നതായിട്ട് കാണുന്നു. ഇതൊരു നല്ല സ്വപ്നത്തിൻ്റെ സൂചനയാണ്. നമുക്ക് വേണ്ടപ്പെട്ട ഒരാൾ കടന്നു വരുന്നു, നമ്മുടെ ജീവിതത്തിലേക്ക് ചില സൗഭാഗ്യങ്ങൾ വരുന്നു എന്നൊക്കെയുള്ളതാണ്. ഈ പാമ്പ് നമ്മളെ ഉപദ്രവിക്കുന്നതായിട്ട് കാണില്ല. അത് അതിലെ മുകളിൽ പാമ്പുണ്ട്, ആ മരം പൂർണ്ണമായിട്ട് പൂത്തു നിൽക്കുന്നു, അങ്ങനെയായിരിക്കും കാണുന്നത്. അത് ഗുണകരമായിട്ടുള്ളൊരു സ്വപ്നമാണ്. ഇനി നിങ്ങൾ വീട്ടിലേക്ക് വന്നു കയറുമ്പോൾ നിങ്ങളുടെ വീട്ടിൽ നിന്നൊരു കറുത്ത പാമ്പ് പുറത്തേക്ക് എടുത്ത് ചാടി ഓടുന്നതായിട്ട് നിങ്ങളൊരു സ്വപ്നം കണ്ടു കഴിഞ്ഞാൽ നിങ്ങളുടെ വീടിനെ ബാധിച്ചിരിക്കുന്ന ഒരു ദോഷം ചില താന്ത്രിക പൂജാകർമ്മങ്ങളിലൂടെ ആ ദോഷത്തെ നിങ്ങൾക്ക് പുറത്തേക്ക് ചാടിച്ച് കളയാൻ, അത് ഇല്ലായ്മ ചെയ്യാൻ കഴിയും എന്നുള്ളതാണ്. ഉടനടി തന്നെ നിങ്ങൾ ആ ദോഷത്തെ കണ്ടെത്തേണ്ടിയിരിക്കുന്നു എന്നുള്ളൊരു സൂചനയും അവിടെ കാണിക്കുന്നുണ്ട്. ഒരു പാമ്പ് നിങ്ങളുടെ ദേഹത്തൂടെ ഇങ്ങനെ ഇഴഞ്ഞിഴഞ്ഞ് സഞ്ചരിക്കുന്നു, നിങ്ങളെ കടിക്കുന്നുമില്ല, പക്ഷെ അത് ഇങ്ങനെ ദേഹത്തൂടെ അസ്വസ്ഥമായിട്ട് ഇഴഞ്ഞു പൊയ്ക്കൊണ്ടിരിക്കുന്നതായിട്ട് നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് രാഹു അല്ലെങ്കിൽ കേതുവിൻ്റെ ദോഷം ശക്തമായി ബാധിക്കുന്നുണ്ട് എന്നൊരു സൂചനയാണ്. അപ്പോൾ രാഹു കേതുക്കളോ അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങൾ അനുഭവപ്പെട്ട് ദശാപരമായിട്ട് അനുഭവപ്പെടുകയോ ജാതകത്തിൽ അതിൻ്റെ പൊസിഷൻ ശരിയല്ലാതിരിക്കുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ ഇത് കാണാറുണ്ട്. അപ്പോൾ അതിന് വേണ്ടുന്ന പരിഹാരങ്ങൾ ഈ സമയത്ത് നമ്മൾ കൈക്കൊള്ളേണ്ടതാണ്. കുറേ വെളുത്ത പാമ്പും കുഞ്ഞുങ്ങൾ പുറത്തേക്ക് ഓടിപ്പോകുന്നതായിട്ട് നിങ്ങളൊരു സ്വപ്നം കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് സത്സന്താന യോഗത്തിനുള്ള സാധ്യത തുറന്നു വരികയാണെന്നുള്ള സൂചനയാണ് കിട്ടുന്നത്. രണ്ട് പാമ്പുകളിൽ നിന്ന് പരസ്പരം കൊത്തുന്നതായിട്ട് കണ്ടു കഴിഞ്ഞാൽ നിങ്ങളുടെ രണ്ട് ശത്രുക്കൾ തമ്മിലടിക്കുന്നതായിട്ടാണ് അതിൻ്റെ സൂചന കിട്ടുന്നത്. ഒരു പാമ്പ് നിങ്ങളുടെ കഴുത്തിൽ വന്ന് ചുറ്റിയിട്ട് അത് തലയുയർത്തി നിൽക്കുന്നു, മുന്നിലേക്ക് തലയുയർത്തി നിൽക്കുന്നതായിട്ട് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ശിവസാന്നിധ്യം ഉണ്ടെന്നും ശിവ അനുഗ്രഹം ഉണ്ടെന്നുമാണ് ഇതിൻ്റെ സ്വപ്ന ലക്ഷണം. ഒരു പാമ്പ് ഇഴഞ്ഞു വന്നിട്ട് ഒരു മനുഷ്യനായിട്ട് നടന്നു പോകുന്നതായിട്ട് കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ ആചാര്യന്മാരായിട്ടുള്ള പൂർവികർ നമ്മളെ സംരക്ഷിക്കാനായിട്ട് നമ്മുടെ ചുറ്റുമുണ്ടെന്നുള്ള സൂചനയാണ് നൽകുന്നത്. നിങ്ങൾ പാമ്പിനെ ഭക്ഷണമായിട്ട് കഴിച്ചുകൊണ്ടിരിക്കുന്നതായിട്ടുള്ള സ്വപ്നം കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് തൊഴിലിൽ മേന്മ കിട്ടുക, ധനസമൃദ്ധി ഉണ്ടാകുക, അങ്ങനെയൊക്കെയുള്ള കാര്യത്തിന് ഒരു സൂചന കിട്ടുന്നുണ്ട്. ചൈനീസ് ജ്യോതിഷപ്രകാരം ഇതിന് ചില കാര്യങ്ങൾ കൂടി പറയുന്നുണ്ട്. നിങ്ങളൊരു കൈവെള്ള വലിപ്പമുള്ള ഒരു പാമ്പിനെ സ്വപ്നം കാണുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് വളരെയധികം ഭാഗ്യം തരുന്നതാണ്. വെളുത്ത തലയിൽ നീല കല്ല് പതിച്ച ഒരു നാഗം നിങ്ങളുടെ കാൽച്ചുവട്ടിലൂടെ കടന്നു പോകുന്നതായിട്ട് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ധനപരമായിട്ടുള്ള ഉന്നതി ഉണ്ടായി വരാം, വാഹനാദികൾ കിട്ടാന്നൊക്കെ ഉള്ളൊരു സൂചനയാണ്. നിങ്ങളുടെ വസ്ത്രത്തിനുള്ളിൽ ഒരു പാമ്പ് ഒളിച്ചിരിക്കുന്നതായിട്ട് നിങ്ങൾ സ്വപ്നം കണ്ടു കഴിഞ്ഞാൽ നിങ്ങളുടെ പിന്നാലെ നിങ്ങളുടെ ഒരു ശത്രു ഉണ്ട് എന്നൊരു സൂചനയാണ് അതിൽ കിട്ടുന്നത്. ഒരു പച്ചപ്പാമ്പ് വീട്ടിനുള്ളിൽ കടന്നു വരുന്നതായിട്ട് നിങ്ങൾ സ്വപ്നത്തിൽ കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചധികം സൗഭാഗ്യങ്ങൾ വന്നു ചേരുന്നതായിട്ട് കാണുന്നുണ്ട്. പല നിറത്തിലുള്ള ഒരു പാമ്പ് നിങ്ങളുടെ വീട്ടിൽ നിന്ന് ഇഴഞ്ഞു പോകുന്നതായിട്ട് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്വസ്ഥ ജീവിതത്തിന് ഭംഗം വരുത്തുന്ന എന്തൊക്കെയോ അവസ്ഥകൾ ഉണ്ടായി വരാം എന്നൊരു സൂചനയാണ് കാണുന്നത്. ഇരട്ടപ്പത്തിയുള്ള ഒരു പാമ്പ്
നിങ്ങളുടെ സമീപത്ത് വരികയോ നിങ്ങളെ ചുറ്റിപ്പറ്റി കാണുകയോ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളോടൊപ്പം നിൽക്കുന്ന ഏതോ ഒരു മനുഷ്യർ രണ്ട് തരം സ്വഭാവങ്ങൾ കാണിക്കുന്നുണ്ട്. അതായത് നിങ്ങളടുത്ത് വളരെ മാന്യനും എന്നാൽ ഉള്ളിൽ അമാന്യമായിട്ടുള്ള പെരുമാറ്റമുള്ള ഒരു വ്യക്തിയാണെന്ന് സൂചന നൽകുന്നുണ്ട്. ശ്രദ്ധിക്കുക എന്നൊക്കെയാണ് ഇത് പറയുന്നത്. അപ്പോൾ നമ്മുടെ ഹൈന്ദവ ആചാരങ്ങളിലും ഒപ്പം തന്നെ ചൈനീസ് ജ്യോതിഷവുമായിട്ട് ബന്ധപ്പെട്ട് പാമ്പുകളുമായി ബന്ധപ്പെട്ട ചില സൂചനകളാണ് ഞാൻ ഇവിടെ നൽകിയത്. അപ്പോൾ ചില നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ഞാൻ ഈ പറഞ്ഞാൽ നിങ്ങൾക്ക് ഊഹിച്ചെടുക്കാൻ പറ്റിയെങ്കിലും ഒരു ആചാര്യനോട് ചോദിച്ച് മനസ്സിലാക്കിയിട്ട് ഇത് നെഗറ്റീവാണോ മറ്റോ ആണെന്ന് നിങ്ങൾ ഉറപ്പിക്കാവൂ. കാരണം എന്തെന്ന് പറഞ്ഞാൽ ചില മനുഷ്യർക്ക് എല്ലാത്തിലും ദുസൂചനകളെ മാത്രം കാണാൻ കഴിയുന്ന ഒരു രീതിയുണ്ട്. അവരെന്ത് കണ്ടു കഴിഞ്ഞാൽ അതിൽ ദുർനിമിത്തങ്ങളെ മാത്രമേ കാണുള്ളൂ. ചിലപ്പം അത്രയൊന്നും പ്രശ്നമില്ലാത്ത കാര്യങ്ങളായിരിക്കും, എങ്കിലും അവർ ആ ദുർനിമിത്തത്തെ മാത്രം പിടിച്ച് ഭയചകിതരായിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് ആചാര്യൻ്റെ അടുത്ത് ചോദിച്ച് അതിനെക്കുറിച്ച് മനസ്സിലാക്കുക. പിന്നെ സർപ്പങ്ങളെ ഇങ്ങനെ സ്വപ്നം കണ്ടു കഴിഞ്ഞാൽ ഒരു ചെറിയ വെള്ളിയിലെ നാഗരൂപം വാങ്ങി 100-200 രൂപയ്ക്ക് കിട്ടുന്ന വെള്ളി, പ്യുവർ വെള്ളി തന്നെ വേണമെന്നൊന്നുമില്ല, പല ലോഹങ്ങൾ കൊണ്ടുണ്ടാക്കുന്ന ചെറിയ നാഗരൂപങ്ങളുണ്ട്, നമുക്ക് അത് ആമസോണിലൊക്കെ കിട്ടും. അത്തരം ഒരു നാഗരൂപം വാങ്ങിച്ച് വലത് കൈയിലെ മോതിര വിരൽ ഈ നാഗരൂപത്തിൻ്റെ പുറത്ത് സ്പർശിച്ച് ഓം ഹ്രീം അനന്തനാഗമൂർത്തയെ സർവസർപ്പാപരാധം ക്ഷമസ്വ ക്ഷമസ്വ എന്നുള്ള മന്ത്രം 108 തവണ ജപിച്ച് ഈ നാഗരൂപം കാവിലോ ക്ഷേത്രത്തിലോ സമർപ്പിച്ചാൽ മതി കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ അവസാനിക്കുന്നതിന് മുമ്പ് ഇതിൻ്റെ കീഴെ കമൻറ്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും നിങ്ങളുടെ പേര്, നിങ്ങളുടെ വയസ്സ്, നിങ്ങളുടെ നക്ഷത്രം ഇവ രേഖപ്പെടുത്തിയാൽ ഇവിടെ നടക്കുന്ന പൂജാ പ്രാർത്ഥനകളിൽ നിങ്ങളെ ഉൾക്കൊള്ളിക്കാൻ പറ്റുന്നതാണ്. 1 മാസത്തേക്കായിരിക്കും ഇപ്രകാരം ചെയ്യുന്നത്. കൂടുതലായിട്ട് വേണമെന്നുള്ളവർ ഇനി തൊട്ട് ഇതിൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോയുടെ കീഴിൽ നിങ്ങളുടെ ഡീറ്റെയിൽസ് ഇങ്ങനെ കൊടുത്താൽ മതി. ഇതിൽ കാണുന്നത് എൻ്റെ വാട്സപ്പ് നമ്പറാണ്. ജ്യോതിഷ സംബന്ധമായതും പൂജാ സംബന്ധമായതുമായ അപ്പോയിൻമെൻറ്റിന് വേണ്ടിയിട്ടാണ് ഇത് നൽകിയിരിക്കുന്നത്. നിങ്ങളുടെ പേര്, നിങ്ങളുടെ സ്ഥലം ഇവ രേഖപ്പെടുത്തി വാട്സപ്പിലൂടെ മെസ്സേജ് ചെയ്താൽ മതി. അഡ്മിൻ ഒരു മാർഗ്ഗനിർദ്ദേശം അയച്ചു നൽകുന്നതാണ്. ആ മാർഗ്ഗനിർദ്ദേശം അനുസരിച്ച് അപ്പോയിൻമെൻ്റ് എടുത്തിട്ട് വിളിക്കാവുന്നതാണ്. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിശേഷമായിട്ട് വീണ്ടും കണ്ടുമുട്ടും വരെ എല്ലാവർക്കും നമസ്കാരം. നിങ്ങളുടെ സ്വന്തം RJ ഹരിചന്ദ്ര മഠം. നമസ്തേ.